ഹലോ ഇനിമി ലവേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ദ ബിഗിനിങ് ആഫ്റ്റർ ദ എൻ്റെ മാൻഹയുടെ ചാപ്റ്റർ 66 മുതൽ 67 വരെയുള്ള 2 ചാപ്റ്റേഴ്സാണ്. സോ നേരെ കഥയിലോട്ട് കടക്കാം. സോ 66ാമത്തെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ലൂക്കാസിനെ എൽഡർവുഡ് ഗാർഡിയൻ അറ്റാക്ക് ചെയ്യുമ്പോൾ അവൻ്റെ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ട്, ദയനീയം, ഇത് ഞാനല്ല, ഞാനിങ്ങനെയല്ല, ഞാൻ മഹത്തായ വൈക്സ് കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. എലനോറിനെതിരെയുള്ള യുദ്ധത്തിൽ സാപ്പിനെ വിജയത്തിലേക്ക് നയിച്ച കുടുംബത്തിലൊന്നാണ് എൻ്റെ കുടുംബം. ആ കുടുംബത്തിൻ്റെ വംശം നിലനിർത്തണമെങ്കിൽ ഞാൻ ജീവനോടെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ നമ്മുടെ ആർത്തറിനെ അറ്റാക്ക് ചെയ്യുന്നു. സോ ഇപ്പോൾ ലൂക്കാസിൻ്റെ മൈൻഡിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈക്സ് കുടുംബത്തിനെ പറ്റിയിട്ടാണ്. വൈക്സ് കുടുംബം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാപ്പിനെ തന്നെ മികച്ച മേജസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കുടുംബമാണ്, നമ്മുടെ ഫ്ലെയിംസ്വർത്ത് കുടുംബം പോലെ. സോ ആ വൈക്സ് കുടുംബത്തിലാണ് നമ്മുടെ ലൂക്കാസ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ അവൻ ഈ ഡെഞ്ചോണി വെച്ച് മരിക്കുകയാണെങ്കിൽ അതിൻ്റെ മാനക്കേട് വൈക്സ് കുടുംബത്തിന് തന്നെയാണ്. പക്ഷേ അവൻ ഈ ഡെഞ്ചോണിയിൽ നിന്ന് ഒറ്റയ്ക്ക് പുറത്തു വരികയാണെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് വൈക്സ് കുടുംബത്തിനാണ്. കാരണം ഈ ഡെഞ്ചോണിൽ കയറിയവരാരും ഇതുവരെ തിരിച്ച് പുറത്തിറങ്ങിയിട്ടില്ല. സോ അതാണിപ്പോൾ അവൻ്റെ മൈൻഡിൽ. ഇവരെല്ലാം ഇവിടെ ആക്കിയിട്ട് അവൻ ഒറ്റയ്ക്ക് പുറത്തു പോകണം, എന്നിട്ട് അവൻ്റെ ഫാമിലിയുടെ പേര് അവന് ഉയർത്തണം. സോ അതിനു വേണ്ടിയിട്ടാണ് ഇവൻ നമ്മുടെ ആർത്തറിനെ അറ്റാക്ക് ചെയ്തത്. അപ്പോൾ നമ്മുടെ ജാസ്മിൻ ആർത്തറിൻ്റെ അടുത്തോട്ട് ഓടി വരുന്നുണ്ട്. അപ്പോൾ ലൂക്കാസ് അവളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എലീജനേറ്റ് ജാസ്മിൻ നിലത്ത് വീഴാതിരിക്കാൻ അവൻ്റെ എർത്ത് മേജിക് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഷീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ലൂക്കാസ് പറയുന്നുണ്ട്, നീ എന്താ വിചാരിച്ചത്, നിങ്ങളെപ്പോലുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്വന്തം ജീവൻ പണയം വെക്കുമെന്നോ? എനിക്കെൻ്റെ സ്വന്തം ജീവനാണ് വലുത്. പക്ഷേ നിങ്ങളൊക്കെ ഞാൻ ഒരിക്കലും മറക്കില്ല. നിങ്ങളുടെ വീരകഥകൾ ഞാൻ എല്ലാവരോടും പറയും. നിങ്ങളെ ഞാനൊരു വീരപുരുഷന്മാരാക്കും. സോ ഇത് കേട്ടപ്പോൾ നമ്മുടെ എലീജനേറ്റ് ദേഷ്യപ്പെട്ടുകൊണ്ട് ലൂക്കാസിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷെ ലൂക്കാസ് അവൻ്റെ ഫയർ മാജിക് ഉപയോഗിച്ചുകൊണ്ട് എലീജയെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ അവിടുന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. സോ ലൂക്കാസിൻ്റെ അറ്റാക്ക് ഏറ്റ് നിലത്ത് വീണെടുക്കുന്ന എലീജനേറ്റിനെ എൽഡർവുഡ് ഗാർഡിയൻ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച സമയം. മുമ്പിൽ മരണം മാത്രമാണുള്ളത്. ആ സമയത്ത് ഏതൊരു അദൃശ്യ ശക്തി വന്നിട്ട് ആ എൽഡർവുഡ് ഗാർഡിയനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എലീജനേറ്റ് അതാരാണെന്ന് നോക്കുമ്പോൾ അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ ബ്രാൾഡായിരുന്നു. തൻ്റെ ഒറ്റ കൈവച്ചുകൊണ്ടും എൽഡർവുഡ് ഗാർഡിയനെ ബ്രാൾഡ് വെല്ലുവിളിക്കുന്നുണ്ട്. നീ എത്ര നേരം ഈ കുട്ടികളുമായി ഫൈറ്റ് ചെയ്യും, ഇനി എന്നോട് ഫൈറ്റ് ചെയ്യ്. തൻ്റെ ഒറ്റ കൈ കൊണ്ടും കൂടെയുള്ളവരെ രക്ഷിക്കാൻ കാണിച്ച ആ ധൈര്യം ഈസ് എ ട്രൂ ഡെഫിനിഷൻ ഓഫ് എ ലീഡർ. എന്നിട്ട് ബ്രാൾഡ് അവൻ്റെ ഫയർ മാജിക് ഉപയോഗിച്ചുകൊണ്ട് എൽഡർവുഡ് ഗാർഡിയനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവൻ്റെ അറ്റാക്കിൽ എൽഡർവുഡ് ഗാർഡിയൻ 2 പീസായി മാറുന്നുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് തന്നെ റീജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ബ്രാൾഡ് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് എൽഡർവുഡ് ഗാർഡിയൻ നമ്മുടെ ബ്രാൾഡിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സോ ഇപ്പം നമ്മുടെ ആർത്തർ എണീക്കുകയാണ്. അവന് ചുറ്റിയുള്ള എല്ലാവരും ബോധം കെട്ട് വീണെടുക്കുകയാണ്. ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ ബ്രാൾഡിലായിരുന്നു. പക്ഷേ ബ്രാൾഡിനെയും എൽഡർവുഡ് ഗാർഡിയൻ പിടിച്ചിരിക്കുന്നു. ഇനിയുള്ള പ്രതീക്ഷ ആർത്തറിൽ മാത്രമാണ്. ആർത്തറിന് മാത്രമേ ഇനി ഇവരൊക്കെ രക്ഷിക്കാൻ കഴിയൂ. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഞാൻ മരിക്കാൻ പോവുകയാണോ? പക്ഷേ എനിക്ക് മരിക്കാൻ കഴിയില്ല. കാരണം ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ ചുറ്റിലുള്ളവരെ സംരക്ഷിക്കാമെന്ന്. അതുകൊണ്ട് എനിക്കിവിടെ കിടന്ന് മരിക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, ഞാൻ ജീവനോടെ അവരെ കാണാൻ വരുമെന്ന്. എനിക്കവരെ കാണാൻ പോവണം. അതിന് ഒരു വഴിയേ ഉള്ളൂ, അത് ഞാൻ ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ അതുപയോഗിച്ചാൽ എനിക്ക് ജീവനുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് വേറെ വഴിയില്ല. അപ്പോൾ നമ്മുടെ ആർത്തറിൻ്റെ ദേഹത്ത് മഞ്ഞ നിറത്തിലുള്ള ഒരു പാട് വരുന്നുണ്ട്. അന്ന് സിൽവിയ നൽകിയ ആ പാട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഫേസ് 2 ഡ്രാഗൺ അവേക്കനിങ്. സോ ഇപ്പോൾ നമ്മുടെ ആർത്തർ വിരിയോൺ മുത്തശ്ശനുമായിട്ടുള്ള ട്രെയിനിങ് ഓർക്കുന്നുണ്ട്. അവൻ്റെ ട്രെയിനിങ് അവന് കുറേ പുരോഗതികൾ നേടിക്കൊടുത്തു. അത് വിരിയോൺ മുത്തശ്ശനെ വരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള പുരോഗതികളായിരുന്നു. ആദ്യത്തെ പുരോഗതി അക്വയർ ഫേസ്. അക്വയർ ഫേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർത്തർ അവൻ്റെ സിൽവിയുടെ വില്ല് ഉപയോഗിച്ചുകൊണ്ട് ടൈമിനെയും സ്പേസിനെയും, അതായത് സമയത്തെയും അന്തരീക്ഷത്തെയും വിട്ട് മാറി നിൽക്കാൻ കഴിഞ്ഞു. സോ സമയത്തിൽ നിന്ന് മാറി നിൽക്കാനും അതുപോലെ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കാനും ആർത്തറിന് കഴിഞ്ഞു. സോ നമ്മുടെ സിൽവിയുടെ വില്ല് ഉപയോഗിച്ചുകൊണ്ട് ആർത്തർ നേരത്തെ സമയത്തെ സ്റ്റോപ്പ് ചെയ്തത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ മാജിക് ഉപയോഗിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ദോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കൂടുതൽ ഊർജ്ജം ആവശ്യമാണ്. ഇതവൻ്റെ ശരീരത്തെയും അതുപോലെ മാനക്കോറിനെയും ബലഹീനമാക്കും.
ഇവൻ കൈവരിച്ച രണ്ടാമത്തെ പുരോഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റ് ഫേസ് ആണ്. സോ ഈ ഇൻ്റഗ്രേറ്റ് ഫേസ് കൈവരിക്കാൻ നമ്മുടെ വിരിയോൺ മുത്തശ്ശന് ഏകദേശം 10 വർഷത്തോളം സമയമെടുത്തു. പക്ഷെ നമ്മുടെ ആർത്തർ വെറും 2.5 വർഷം കൊണ്ടാണ് ഇൻ്റഗ്രേറ്റ് ഫേസ് പൂർത്തിയാക്കിയത്. സോ നമ്മുടെ ആർത്തർ ആദ്യമായിട്ട് അവൻ്റെ ഇൻ്റഗ്രേറ്റ് ഫേസ് പുറത്തെടുത്തപ്പോൾ നമ്മുടെ വിരിയോൺ മുത്തശ്ശൻ ആർത്തറിന് ബോധം കെടുത്തി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റ് ഫേസ് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. അത് അവൻ്റെ ശരീരത്തിന് താങ്ങാൻ കഴിയില്ല. അതിന് കൂടുതൽ പരിശീലനം ആവശ്യമാണ്. ഇപ്പം നമ്മുടെ ആർത്തർ പുറത്തെടുത്തിരിക്കുന്നത് അവൻ്റെ ഇൻ്റഗ്രേറ്റ് ഫേസ് ആണ്. സോ ഇത് ഉപയോഗിച്ചാൽ ഇനി അവന് എന്താണ് ഉണ്ടാവുകയെന്ന് അവന് തന്നെ അറിയില്ല. ചിലപ്പോൾ അവൻ മരിച്ചു പോകുമായിരിക്കും. പക്ഷേ അവന് വേറെ വഴിയില്ല. സോ ഇപ്പം നമ്മുടെ ആർത്തറിൻ്റെ രൂപം ആകെ മാറിയിരിക്കുന്നു. അവൻ്റെ ദേഹത്ത് മഞ്ഞ പാടുകളുണ്ട്. അതുപോലെ അവൻ്റെ മുടിയുടെ കളറ് വെള്ള കളറാണിപ്പോൾ. സോ അതിനുശേഷം നമ്മുടെ സിൽവീനെ കാണിക്കുന്നുണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ സിൽവീനെ കാണിക്കുന്നത്. അവളിപ്പോൾ നല്ല വലുതായിട്ടുണ്ട്. അവളിപ്പോൾ ഒരു മാനബീസുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവൾ ആർത്തർ ഡേഞ്ചറാണെന്ന കാര്യം അറിയുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും മൈൻഡ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന കാര്യം നമുക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ നമ്മുടെ സിൽവി ആർത്തറിനോട് ചോദിക്കുന്നുണ്ട്, പപ്പ ഓക്കെ അല്ലേ, ഞാനിതാ വരുന്നു. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എനിക്കൊന്നുമില്ല സിൽവി, നീ ഇങ്ങോട്ട് വരണ്ട. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നീ എൽസി ഹൗസിലേക്ക് പോകണം. അപ്പോൾ സിൽവി പറയുന്നുണ്ട്, വേണ്ട പപ്പ, ഞാനും വരാം, എനിക്ക് പപ്പയെ സഹായിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, സിൽവി പ്ലീസ്, ഞാൻ പറയുന്ന കേക്ക്, നീ ഇങ്ങോട്ട് വരണ്ട. അപ്പോൾ നമ്മുടെ സിൽവി പറയുന്നുണ്ട്, ശരി പപ്പ സേഫായിട്ടിരിക്കണം. എന്നിട്ട് നമ്മുടെ ആർത്തർ എൽഡർവുഡ് ഗാർഡിയനെ നോക്കി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങാം. എന്നിട്ട് അവൻ എൽഡർവുഡ് ഗാർഡിയനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അവൻ്റെ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് ഇൻ്റഗ്രേറ്റ് ഫേസ് പുറത്തെടുത്തപ്പോൾ വിരിയോൺ മുത്തശ്ശൻ എന്നെ ബോധം കെടുത്തിയതിൽ വിരിയോൺ മുത്തശ്ശനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം ഇതുപയോഗിച്ചാൽ എനിക്ക് ജീവനുണ്ടാവുമോ എന്ന് എനിക്കിപ്പോഴും ഉറപ്പില്ല. പക്ഷേ എനിക്ക് വേറെ വഴിയില്ല. എന്നിട്ട് നമ്മുടെ ആർത്തർ എൽഡർവുഡ് ഗാർഡിയനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവൻ അറ്റാക്ക് ചെയ്ത വള്ളികളൊക്കെ ഫ്രോസൺ ആവുന്നുണ്ട്. സോ ഇപ്പോൾ അവൻ്റെ വാട്ടറിൻ്റെ ഹൈയസ്റ്റ് ഫോമായിട്ടുള്ള ഐസാണ് ഉപയോഗിക്കുന്നത്. സോ ഇത് ഉപയോഗിച്ചുകൊണ്ട് എൽഡർവുഡ് ഗാർഡിയനെ ഫുള്ള് ഐസാക്കാനാണ് നമ്മുടെ ആർത്തറിൻ്റെ പ്ലാന്. അപ്പോൾ അവൻ്റെ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ശരീരത്തിന് ഈ സ്പെല്ല് താങ്ങാൻ കഴിയുന്നില്ല. എന്നിട്ട് നമ്മുടെ ആർത്തർ എൽഡർവുഡ് ഗാർഡിയൻ്റെ എല്ലാ സ്ഥലത്തും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവൻ തൊടുന്ന സ്ഥലമെല്ലാം പെട്ടെന്ന് തന്നെ ഫ്രോസൺ ആവുന്നുണ്ട്. അങ്ങനെ അവസാനം എൽഡർവുഡ് ഗാർഡിയൻ മുഴുവനായിട്ട് ഫ്രോസൺ ആവുന്നു. സോ അപ്പോൾ നമ്മുടെ ആർത്തർ അവൻ്റെ ഫയർ മാജിക്കും ലൈറ്റിനിങ് മാജിക്കും വാട്ടർ മാജിക്കും ഉപയോഗിച്ചുകൊണ്ട് ആ ഫ്രോസൺ ആയിട്ടുള്ള എൽഡർവുഡ് ഗാർഡിയനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവൻ്റെ അറ്റാക്കിൽ ആ എൽഡർവുഡ് ഗാർഡിയൻ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആർത്തർ ക്ഷീണിച്ചുകൊണ്ട് നിലത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്കൊന്നും പറ്റില്ല, എനിക്കെൻ്റെ അച്ഛനും അമ്മയും കാണണം. സോ ഈ സമയം ഫയർ സിറ്റിയിലുള്ള നമ്മുടെ റെയ്നോൾഡിനെയും ആലീസിനെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആലീസിൻ്റെ റിങ് പ്രകാശിക്കുന്നുണ്ട്. സോ ഈ റിങ് ഇവർക്ക് കൊടുത്തത് വിൻസെൻ്റ് ആണ്. ആർത്തറിൻ്റെ മാനലെവൽ താഴുകയോ അല്ലെങ്കിൽ ആർത്തർ ഏതെങ്കിലും അപകടാവസ്ഥയിലെത്തുകയോ ചെയ്യുമ്പോൾ ഈ റിങ് പ്രകാശിക്കും. സോ ഈ റിങ് ഇപ്പോൾ പ്രകാശിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ആലീസ് പറയുന്നുണ്ട്, ആർത്തറിന് എന്തെങ്കിലും പറ്റിയോ? അല്ല, അങ്ങനെ വരാൻ വഴിയില്ല, ആ റിങ് ചിലപ്പോൾ എനിക്ക് പൊട്ടിയതായിരിക്കാം എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നുണ്ട്. സോ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ 67ാമത്തെ ചാപ്റ്റർ കഴിയാണ്. സോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.